ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടുള്ളതാണ്. റിഗ്രറ്റുകൾ ഇഷ്ടം പോലെ അനുഭവിച്ചിട്ടുണ്ട്. ചെയ്യുന്ന ജോലി ചെയ്യുന്നിടത്തായാലും പേഴ്സണൽ ലൈഫിലായാലും തകർച്ചകളൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ്. പ്രിലിംസ് നഷ്ടപ്പെട്ടത് വലിയ നഷ്ടമാണ്. കൊല്ലം ജില്ലയുടെ മിക്ക ഭാഗങ്ങളും ഞാൻ ബൈക്കിൽ യാത്ര ചെയ്തിട്ടുള്ള എനിക്ക് സ്ഥലങ്ങളെല്ലാം അറിയാമായിരുന്നു. വീടിൻ്റെ തൊട്ട് കീഴിലുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഞാനത് കണ്ടുപിടിക്കാൻ എളുപ്പബുദ്ധിക്ക് കാറിലായിരുന്നു യാത്ര ചെയ്തത്. മറ്റേ ഗൂഗിൾ മാപ്പ് ഇട്ടു, വഴിതെറ്റി. 1 മിനിറ്റിന് എനിക്കത് പോയി. ഗൂഗിൾ മാപ്പ് പണി ചെയ്തത്. എവിടെയാണ് പരാജയം പറ്റിയത്, എന്താണ് എനിക്ക് സംഭവിച്ച പാളിച്ചകൾ, അത് ഞാൻ ആദ്യം വ്യക്തമായി മനസ്സിലാക്കും. അടുത്ത തവണ അത് വീഴാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. PSC സംബന്ധിച്ച് ആ ലിസ്റ്റിൽ വന്ന് നമുക്ക് അഡ്വൈസ് കിട്ടി, അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയാൽ പോലും ജോലി ഉറപ്പാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഒരു 2 വീലർ റൈഡറാണ്. എനിക്കിങ്ങനെ യാത്ര, അതുകൊണ്ട് തന്നെ ഞാൻ ബൈക്കുകൾ കുറേ അധികം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ എവിടെ പോകണമെങ്കിലും കൂടുതലും ഞാൻ ബൈക്കിൽ തന്നെയാണ് പോകാറുള്ളത്. ബസ്സുകളും ട്രെയിനുകളൊന്നും ഉപയോഗിക്കാറില്ല. ശരിക്കൊരു MS ധോണിയാണ് ബൈക്കിൻ്റെ കാര്യത്തിലല്ലേ? അപ്പോൾ കളക്ഷൻ ഉണ്ടോ, ബൈക്കിൻ്റെ കളക്ഷൻ ഉണ്ടോ? KS മെൻറ്റർ ഈ നമ്മുടെ PSC ഞാൻ ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും PSCയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്, അതായത് ഏതാണ്ട് ഒരു UPSC ലെവലിലേക്ക്, ആ ഒരു ലെവലിലേക്ക് വന്നപ്പോൾ ഈ KS മെൻറ്ററിൻ്റെ മെറ്റീരിയലുകളായിക്കോട്ടെ, ക്ലാസ്സുകളായിക്കോട്ടെ, ആ ഒരു നിലവാരത്തിലേക്ക് വന്നത് എനിക്ക് വളരെയധികം, അതായത് ഒരു ടെൻഷൻ ഫ്രീ ആയി എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ മെറ്റീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് കൊണ്ട് തന്നെയാണ് അത് പറ്റിയിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്താൻ പറ്റുന്നതിന് പരിധികളില്ല, അത് എത്തിച്ചേരുക. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് സാക്രിഫൈസ് ഇല്ലാതെ എന്തായാലും പറ്റില്ല. എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളുണ്ടാവും, പക്ഷേ ആ നഷ്ടങ്ങൾ നമുക്ക് പോസിറ്റീവായി വരും. KS നഷ്ടപ്പെട്ടതുപോലെ തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിസ്റ്റർ അരുണാണ്. അരുൺ കൊല്ലം ചവറ സ്വദേശിയാണ്. സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിൽ 115 റാങ്ക് വാങ്ങിയിട്ടാണ് അരുൺ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അരുണിൻ്റെ സ്റ്റോറി അതൊരു 1.5 സ്റ്റോറിയാണ്. ആ സ്റ്റോറിയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ജേണി ഒന്ന് പറയാമോ, PSC ജേണി? കൃത്യമായി പറഞ്ഞാൽ 2015 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ബാങ്കിൻ്റെ ടെസ്റ്റുകളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് ഇൻ്റർവ്യൂ നഷ്ടപ്പെട്ട ഒരു വിഷമത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 1.5 വർഷം എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെ 1.5 വർഷം ആയപ്പോഴേക്കും എനിക്ക് ആദ്യ ലിസ്റ്റിൽ എറണാകുളം LDയുടെ ലിസ്റ്റിൽ കടന്നുകൂടാൻ സാധിച്ചു. സാമാന്യം നല്ല റാങ്കും ഉണ്ടായിരുന്നു. തൊട്ടുപുറകെ തന്നെ ആലപ്പുഴ ജില്ലയിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റി. അത് ഏകദേശം 2018 കൂടി ആ ലിസ്റ്റിൽ ജോലിയാവുകയും ചെയ്തു. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിലെ വെട്ടിയാർ വില്ലേജിന്റെ കീഴിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റിലേക്കുള്ള ദൂരമാണ് അപ്പോൾ നടന്ന് കയറാൻ പോകുന്നത്. ഈ സെക്രട്ടറി അസിസ്റ്റന്റിലേക്കുള്ള ദൂരം എന്ന് പറയുമ്പോൾ വില്ലേജ് സാധാരണ ചില ആളുകൾ ഇപ്പോൾ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തേണ്ടതാണ്. പക്ഷെ അരുൺ അവിടെ അങ്ങനെ നിർത്തിയില്ല എന്ന് മാത്രമല്ല, അതിങ്ങനെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ഫാക്ടറാണ് ആ ഇൻസ്പയർ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടെങ്കിലാണ്, പലരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്, ആ ഫയർ കെടാതെ സൂക്ഷിക്കണം. പലർക്കും ഒരു ഏതെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടി കഴിഞ്ഞാൽ പലരും ആ ഫയറിനെ വെള്ളമൊഴിച്ച് കെടുത്താണ് ചെയ്യുന്നത്. പക്ഷെ അരുൺ അത് കത്തിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇപ്പം എന്ത് ഫാക്ടറാണ് അങ്ങനെ കത്തിക്കുന്നതിന് കാരണമായിട്ടുള്ളത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന റിഗ്രറ്റുകൾ, അത് പോസ്റ്റ് വൈസ് നമ്മൾ ഇരിക്കുന്ന പോസ്റ്റിലായാലും ബാക്കിയുള്ള ജീവിത സാഹചര്യങ്ങളായാലും നമ്മളിവിടെ ഉണ്ടാകുന്ന റിഗ്രറ്റുകൾ, അത് തന്നെയാണ് എന്നെ ഇതിലേക്ക് നയിക്കുന്നത്. ഏറ്റവും പരമാവധി എൻ്റെ ഈശ്വരനെ സഹായിക്കുന്ന ആയുസ് തരുന്നിടത്തോളം കാലം, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം വർക്ക് ചെയ്യുക, നല്ല പോസ്റ്റുകളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അംബിഷൻ. അത് തന്നെയാണ് ഞാൻ ഇവിടെ എത്താനുണ്ടായ കാരണവും. ഇപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള ഒരു ജോലിയാണ്. ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങളായിട്ട് സംവദിക്കുന്ന എല്ലാ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ, സാധാരണ ആളുകളുടെ തൊട്ട് പലതരം ആളുകളുടെ ദൈനംദിനമായ കാര്യങ്ങളിൽ ഇടപഴകുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ആ പോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 10 to 5 എത്രയാണോ സമയം ഡിമാൻഡ് ചെയ്യുന്നത് ആ സമയത്തിൽ കൂടുതൽ ഇരിക്കേണ്ടി വരും പലപ്പോഴും. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ PSCയുടെ ട്രാക്കിലേക്ക്, പ്രത്യേകിച്ച് സെക്രട്ടറി അസിസ്റ്റന്റ് കേരളത്തിലെ എല്ലാവരും എഴുതുന്നൊരു പരീക്ഷ, ആ ട്രാക്കിലേക്ക് വരുമ്പോൾ എന്തായാലും സ്വന്തമായിട്ടൊരു സീക്രട്ട് ഫോർമുല അല്ലെങ്കിൽ ഒരു സീക്രട്ട് പഠന രീതി അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും മാതൃകയാകാൻ പറ്റുന്നൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കുമല്ലോ, അതൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ഓഫീസിൽ കിട്ടുന്ന സമയങ്ങൾ കയ്യിൽ KSന്റെ തന്നെ ആപ്പുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പുകളുണ്ട്, അതിൽ നോട്ടുകളുണ്ടാകും, ക്ലാസ്സുകളുണ്ടാകും. ഓഫീസിലെ തന്നെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ എത്രയും പെട്ടെന്ന്, എൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായി ജോലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓഫീസിൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന സമയങ്ങൾ മുഴുവൻ ഈ പറയുന്ന മെറ്റീരിയലുകളായാലും ക്ലാസ്സുകളായാലും അവിടെ ഇരുന്ന് തന്നെ ഞാൻ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. കിട്ടുന്ന ഒരു സമയങ്ങളും പാഴാക്കില്ല. ഒരുപാട് സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്നതല്ല, നമ്മൾ ഒരു തുള്ളി വെള്ളം കൊണ്ട് വലിയൊരു സമുദ്രം ഉണ്ടാക്കുന്നത് പോലെ കുറേശ്ശെയായി പഠിച്ച് കയറുക. ആ പഠിക്കുന്നതിൻ്റെ ടച്ച് വിട്ടു പോകാതെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് തലയിൽ നിർത്തുക. പിന്നെ എക്സാമിന് വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസ് ചേഞ്ച് വരുത്തുക. ഇതൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അരുണിൻ്റെ ഒരു KS മെൻറ്റർ ആയിട്ടുള്ള സഹകരണം എങ്ങനെയായിരുന്നു? ഞാൻ 2022 ജനുവരി 12 ബാച്ചിനാണ് KS മെൻറ്ററിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അത് KSന്റെ എക്സാമിനായിരുന്നു വരുന്നത്. ദൗർഭാഗ്യവശാൽ ചില സാങ്കേതിക കാരണങ്ങളിൽ ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തെങ്കിലും അതിന് എക്സാം എഴുതാൻ സാധിച്ചില്ല. വളരെ വലിയൊരു നഷ്ടമാണ് അതുണ്ടായിരിക്കുന്നത്. ഞാനത് മനസ്സിലിങ്ങനെ വെച്ചിരുന്നത്.
അപ്പോഴാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിളിക്കുന്നതും അതിലേക്ക് ഈ പഠിത്തം തന്നെ എനിക്ക് ഉപയോഗമായിട്ട് മാറി. ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് ശരിക്കും കെ എസിന് കരുതി വെച്ചിരുന്ന ആ ഒരു മെറ്റീരിയലാണ് സെക്രട്ടറി അസിസ്റ്റന്റിൽ പൊട്ടിച്ചത്. അതെ, ഇപ്പോഴും ആരും പഠനം നിർത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അല്ലെ? അതിങ്ങനെ കണ്ടിന്യൂസ് ആ പഠനം നടന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ ഡെയിലി റൂട്ടീനിൽ എന്താണ് ചെയ്യുന്നത്? സെയിം തന്നെ. കിട്ടുന്നത് 1 മിനിറ്റോ 2 മിനിറ്റോ എന്നുള്ളതല്ല. ആ കിട്ടുന്ന സമയം എനിക്ക് എവിടൊക്കെയാണ് എൻ്റെ വീക്ക് പോയിന്റുകൾ, ഞാൻ ആദ്യം അത് ഐഡന്റിഫൈ ചെയ്യും. അതിനുശേഷം അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ, ഈ പറഞ്ഞതുപോലെ ഓഫീസിൽ ഒഴിവ് കിട്ടുന്ന സമയങ്ങൾ മൊബൈൽ എടുക്കുക. പലപ്പോഴും എനിക്കെതിരെ പരാതികൾ വരെ പോയിട്ടുണ്ട് ഓഫീസിൽ. ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, ഞാൻ നല്ലൊരു ജോലി തന്നെയാണ്, എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിൽ പോലും അവരെല്ലാം പരാതി പറയാറുണ്ട്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. അവർ നോക്കുമ്പോൾ ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കാണുന്നുള്ളൂ. അവർ ശരിക്കും ധരിക്കുന്നത് ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ആ കിട്ടുന്ന 1 മിനിറ്റും ഈ പറയുന്ന നോട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ നെറ്റിൽ നിന്ന് എടുക്കാനൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ശരിക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്നതല്ല ശരിക്കും അവിടെ നടക്കുന്നത്. അല്ല, കൃത്യമായിട്ട് മെറ്റീരിയലാണ് വായിച്ചുകൊണ്ടിരുന്നത്. മെറ്റീരിയലുണ്ട്, കാര്യങ്ങളെല്ലാം ഫോണിൽ തന്നെ ഉണ്ട്. ഇപ്പൊ അരുണിന്റെ വയസ്സ് എത്രയാണ് ഇപ്പോ? ഇപ്പൊ 42 എടുക്കുന്നു. 42 വയസ്സായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 42 വയസ്സായിട്ട് ആ പോരാട്ടം തുടരുകയാണ് അല്ലെ? അതൊരു സത്യത്തിൽ അതൊരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ആ ഒരു 35 അല്ലെങ്കിൽ 30 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി മതി, നിർത്താം, വേറെ ഇതിലേക്ക് പോവാം, അല്ലെങ്കിൽ എനിക്കൊരു ജോലി ഉണ്ട്, അത് മതി, അതിൽ നോക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് അരുൺ വ്യത്യസ്തനാവുന്നത് ഒരു ജോലി ഉണ്ടായിട്ടും ഇപ്പോഴും ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിക്കുന്നു. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യാമോ? ഇപ്പോൾ സ്വതവേ ഞാൻ വർക്കഹോളിക്കാണ്, എനിക്ക് ജോലിയോട് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സ്വയമായിട്ട് അപ്പോൾ ഞാനൊരു താഴെ ഒരു ജോലിയിലേക്ക് കയറി, എനിക്ക് എത്താൻ പറ്റുന്ന ലെവലിന് ഒരു ലിമിറ്റ് ഇല്ല, അത് ഞാൻ ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഈശ്വരൻ സഹായിക്കുന്ന എത്രത്തോളം എനിക്ക് എത്താൻ പറ്റുമോ അവിടം വരെ എത്താനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അതിന് ലിമിറ്റ് ഞാൻ വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കത് കൃത്യമായ ഒരു ലിമിറ്റ് പറയാൻ പറ്റില്ല. അരുണിന്റെ സ്ട്രാറ്റജിയിൽ KS മെന്ററിന്റെ റോൾ എന്തായിരുന്നു? KS മെന്റർ ഈ നമ്മുടെ PSC ഞാൻ ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും PSCയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്, അതായത് ഏതാണ്ട് ഒരു UPSC ലെവലിലേക്ക്, ആ ഒരു ലെവലിലേക്ക് വന്നപ്പോൾ ഈ KS മെന്ററിൻ്റെ മെറ്റീരിയലുകളായിക്കോട്ടെ, ക്ലാസ്സുകളായിക്കോട്ടെ, ആ ഒരു നിലവാരത്തിലേക്ക് വന്നത് എനിക്ക് വളരെയധികം, അതായത് ഒരു ടെൻഷൻ ഫ്രീ ആയി എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ മെറ്റീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് കൊണ്ട് തന്നെയാണ് അത് പറ്റിയിരിക്കുന്നത്. റെഗുലർ കോഴ്സ് എടുത്തിരുന്നു KS മെന്ററിൽ KSന്റെ സമയത്ത് അല്ലേ? ആ ഒരു ബാച്ചിന്റെ ഇതിന് വേണ്ടിയിട്ട്. KS മെന്ററിൽ ഇഷ്ടപ്പെട്ട അധ്യാപകരായിരുന്നു? പേരറിയില്ല, ഒരുപാട് പേരുണ്ട്. കാര്യം നമുക്ക് ഇതിനകത്ത് ഈ ടെസ്റ്റ് കിട്ടാൻ ഒരാളെ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. ഇതെല്ലാം ഒരു ബാക്ക് ബോൺ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ മഴവെള്ളം പോലെ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു വലിയ ഇതിലേക്ക് എത്തുന്നത്. സെക്രട്ടറി അസിസ്റ്റന്റ് എത്തി, ഇനി നിർത്തുന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ മുന്നോട്ട് പോവാന്നാണ് പറഞ്ഞത്. അടുത്ത KSനുള്ള ഇതും കൂടിയും ഇപ്പൊ തുടങ്ങാനുള്ള ശ്രമം ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇന്നതായി തീരുമെന്ന് പറഞ്ഞു, പക്ഷെ എന്നെ ട്രൈ മൈ ബെസ്റ്റ്, അതാണ് എൻ്റെ ഒരു പോളിസി. മാക്സിമം ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി പുറത്തെടുക്കുക, ബാക്കി ഈശ്വരൻ തരും. എത്ര വർഷം ശരിക്കും പ്രൈവറ്റ് ഫീൽഡ് വർക്ക് ചെയ്തു? 5-6 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 6 വർഷത്തോളം പ്രൈവറ്റ് ഫീൽഡ് വർക്ക് ചെയ്തു. ആ സമയത്ത് ഇതുപോലെ തന്നെ ഇപ്പൊ എങ്ങനെയാണ് അരുണിരിക്കുന്നത് അന്നും അങ്ങനെ തന്നെയായിരുന്നു, ഒരു മാറ്റില്ല, നോ ചേഞ്ച്. അത് ശരിക്കും ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. കാരണം എന്താ പറയുക, ഒരു ലക്ഷ്യത്തിലേക്ക് എത്രത്തോളം ഡിസിപ്ലിൻ വെച്ച് പുലർത്താന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അരുൺ. ഇനി നമ്മുടെ ഇപ്പോൾ കൂടെ എഴുതുന്ന അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ഇപ്പൊ PSC 40 വയസ്സാക്കി, എക്സാം പ്രായം കൂട്ടി. കുറെ ആളുകൾ ഇപ്പോഴും PSCക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, കുറെ ആളുകൾ വേണോ വേണ്ടേ എന്നുള്ളൊരു അർത്ഥശങ്കയിലാണ് നിൽക്കുന്നത്. അപ്പൊ അത്തരം ആളുകളോട് അരുൺ എന്താണ് ഷെയർ ചെയ്യുന്നത്? നമുക്ക് ജോബ് കിട്ടുന്നതെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെറ്റർ ഒരു 30-35 ഏജിനുള്ളിൽ കിട്ടുന്നതായിരിക്കും നല്ലത്. കാര്യം നമുക്ക് സർവീസ് വെച്ച് നോക്കുമ്പോൾ പ്രൊമോഷൻ സാധ്യതകളായാലും ബാക്കിയുള്ളതിനായാലും അത് തന്നെയാണ് ബെറ്റർ. പഠിത്തം മുകളിലേക്ക് പോകുന്ന ടെസ്റ്റുകൾ എഴുതുന്നത്, PSC പോലുള്ള എഴുതുന്നത്, അതിനുശേഷം നമുക്ക് എഴുതാം. ആ പഠിത്തം വിടാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ചെറിയ തോൽവിയിലൊന്നും പിന്മാറാൻ പാടില്ല. ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിലേ പറഞ്ഞല്ലോ, റിഗ്രറ്റുകൾ ഇഷ്ടം പോലെ അനുഭവിച്ചിട്ടുണ്ട്. ജോലി ചെയ്യുന്നിടത്തായാലും പേഴ്സണൽ ലൈഫിലായാലും തകർച്ചകളൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ അതൊന്നും കാര്യമായി എടുക്കില്ല. നമ്മുടെ ലൈഫാണ് മുമ്പിൽ നിൽക്കുന്നത്, നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തണം, ബാക്കിയൊന്നും നമ്മുടെ മുമ്പിൽ തടസ്സങ്ങളല്ല. ഇപ്പൊ ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു റിഗ്രറ്റ് ഉണ്ടാവോ? എൻ്റെ ഒരു പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ടാണ്. ആ പേഴ്സണൽ ലൈഫിലുണ്ടായ ഒരു അനിഷ്ടകരമായ സംഭവമാണ് കൂടുതൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു അഗ്നിയെ കൂടുതൽ ആളി കത്തിച്ചത്. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇനി എന്തു വന്നാലും ഒരു തോൽവി എന്നൊരു കാര്യമില്ല, മുമ്പിലേക്ക് തന്നെ കുതിക്കും. അവിടെയാണ് സെക്രട്ടറിയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഡെഫിനറ്റ്ലി. ഈ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ഒരു പ്രത്യേകത അറിയാം, ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലെ അല്ലെങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്, കൂടുതൽ റോളുകൾ വരാം. പിന്നെ അതൊരു 10,000-3000 സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പിന്നെ കൊല്ലമായതുകൊണ്ട് എത്തിച്ചേരാനും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സ്ഥലമാണ്.
സത്യം ഒരു ചെറിയൊരു ട്രോഫി വാങ്ങിച്ച് കൈ പിടിച്ചതിന്റെ ഒരു സന്തോഷം ഉണ്ട് ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ട്രോഫി കിട്ടിയതിന്റെ കാര്യം KS-ന്റെ എക്സാം എഴുതാൻ പറ്റാതെ പോയത് ഇതിലൂടെ തിരിച്ചു പിടിക്കാൻ പറ്റി. ഒരു വീഴ്ചേനെ നമ്മൾ വേറൊരു വിജയം കൊണ്ടാണ് കവർ ചെയ്യുന്നത്. ഞാൻ ആ വീഴ്ച വീഴുന്നതും തോൽവിയായിട്ടല്ല കണക്കൂട്ടുന്നത്. എവിടെയാണ് പരാജയം പറ്റിയത്, എന്താണ് എനിക്ക് സംഭവിച്ച പാളിച്ചകൾ, അത് ഞാൻ ആദ്യം വ്യക്തമായി മനസ്സിലാക്കും. അടുത്ത തവണ അത് വീഴാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. അത് കവർ ചെയ്ത് കയറുമ്പോഴാണ് ഞാൻ വിജയത്തിലേക്ക് എത്തുന്നത്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഈ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറയുമ്പോൾ ഈ ടെസ്റ്റ് സീരീസുകൾ എങ്ങനെയായിരുന്നു അപ്രോച്ച് ചെയ്തിരുന്നത്? വളരെയധികം നല്ലതാണ്. വളരെ നല്ലതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവണയും മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ, എക്സാമിന് കിട്ടുന്ന മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ആ ടെസ്റ്റ് സീരീസ് തന്നെയാണ് സഹായിക്കുന്നത്. അത് ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് എഴുതിയിരുന്നത്? ചെയ്യുന്നുണ്ട്. രണ്ടും ചെയ്തിരുന്നു. അത് മറ്റേ കൃത്യമായിട്ട് സമയത്ത് ആ ടൈം സ്പാനിൽ തന്നെയാണോ ചെയ്തിരുന്നത്, അതോ ഒരുമിച്ചാണോ ചെയ്തിരുന്നത്? അങ്ങനെയൊന്നും ഇല്ല. കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ചെയ്തു പോകുന്നായിരുന്നു. കുറെ കാലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് വലിയ എക്സാം അത്ര വലിയൊരു ഇതായിട്ട് വരുന്നില്ല. പിന്നെ ഈ ഹാൻഡ് ഔട്ടുകളൊക്കെ കൃത്യമായിട്ട് നോക്കാറുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഹാൻഡ് ഔട്ട് നോക്കാറുണ്ടായിരുന്നു. കാര്യം ഞാൻ എൻ്റെ എവിടെയൊക്കെയാണ് കാര്യം എക്സാമുകൾ ഓരോ തവണയും വരുന്നത് ഇമ്പ്രൂവ് ആയിട്ടാണ് വരുന്നത്, നമുക്ക് ടൈറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് എൻ്റെ വീക്ക് പോയിന്റ് ഞാൻ തിരിച്ചറിഞ്ഞ് റെക്ടിഫൈ ചെയ്തെങ്കിൽ ഈ എക്സാമിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗം ഏതായിരുന്നു? സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായി തോന്നിയ ഭാഗം? നമുക്ക് കറണ്ട് അഫയേഴ്സ് പ്രതീക്ഷിക്കുന്ന പോലെ ഒരിക്കലും സ്കോർ ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രതീക്ഷിക്കുന്ന പോലെ സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അത് ബൾക്കായിട്ടുള്ളതാണ്. നമ്മൾ എത്ര ലക്ഷം ഫാക്ട് പഠിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അതിന് കിട്ടണമെന്നൊരു നിർബന്ധവും ഇല്ല. പിന്നെ വരാവുന്നത് എക്കണോമിക്സ് ആണ് വരുന്നത്. എക്കണോമിക്സ് തന്നെ സബ്ജക്റ്റ് അല്ല. അതും ഒരു വീക്ക് പോയിന്റ് ആണ്. മറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മെയിൻസിലേക്ക് വന്നു. ഇപ്പൊ സെക്രട്ടേറിയറ്റ് മെയിൻസിൽ ഒരു പുതിയ സബ്ജക്ട് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്? അതിന് ഞാൻ അഡീഷണൽ ആയിട്ട് മെറ്റീരിയലുകൾ കളക്ട് ചെയ്യുകയും കേസ് മെൻറ്ററിൽ നിന്നുള്ള നോട്ടുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത് പ്രത്യേകമായിട്ട് കരുതൽ കൊടുത്ത് തന്നെയാണ് പഠിച്ചത്. ഓക്കെ. ഇപ്പൊ 2 പേപ്പറും സെക്കൻഡ് പേപ്പറും ഫസ്റ്റ് പേപ്പറും ഉണ്ട്. ഏതിലായിരുന്നു കൂടുതൽ സ്കോർ ചെയ്തിരുന്നത്? എനിക്ക് തോന്നുന്നത്, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് പേപ്പറിൽ തന്നെ ആയിരിക്കണം. ഫസ്റ്റ് പേപ്പർ തന്നെയായിരിക്കണം. കാര്യം ഏതാണ്ട് പ്രിലിംസിനോട് അതേ സെയിം പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ അല്ലായിരുന്നു ഫസ്റ്റ് പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഇത് തന്നെ, ആ പാറ്റേൺ തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്തു. അപ്പൊ അവിടെ ഹിറ്റ് ചെയ്യപ്പെട്ടു. ഒരു PSC തുടങ്ങുന്ന ഒരാൾക്ക്, പുതിയൊരു ആള്, ഇപ്പോൾ ഒരു 20-22 വയസ്സായിട്ടുള്ള ഒരു പുതിയ ആൾക്ക് അവിടെ എന്ത് ഒരു അഡ്വൈസ് ആയിരിക്കും കൊടുക്കുക? ഈ പറഞ്ഞതുപോലെ തിരിച്ചടികളിൽ പതറരുത്. 2, വരുന്ന ചേഞ്ചസുകൾ മാറ്റം വരുത്താനായിട്ട് നമ്മുടെ എക്സാമിൻ്റെ രീതികളിലായാലും പ്രിപ്പയർ ചെയ്യുന്ന രീതികളിലായാലും മാറ്റം വരുത്താൻ മടിച്ച് നിൽക്കരുത്. 2, ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ കടന്നുകൂടിയെന്നും പറഞ്ഞ് അപ്പോഴേ പണി നിർത്തിയിട്ട് പോകരുത്. PSCയെ സംബന്ധിച്ച് ആ ലിസ്റ്റിൽ വന്നാൽ നമുക്ക് അഡ്വൈസ് കിട്ടി, അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയാൽ പോലും ജോലി ഉറപ്പാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക, ബാക്കി ഈശ്വരൻ തരും. അത്രയേ ഉള്ളൂ പറയാൻ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അഡ്വൈസുകൾ. അല്ല, ഇത് തന്നെയാണ് ആൾക്കാർ ചെയ്യുന്നത്. ഇത് അരുൺ ശരിക്കും സക്സസ്ഫുള്ളി റൺ ചെയ്തിട്ടുള്ള അഡ്വൈസ് ആണ്. ഇത് പുറത്ത് ഞാൻ പറയണമല്ല, ഇത് ഞാൻ പല ആൾക്കാരും കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. കാര്യം പലരും അഡ്വൈസ് വരുമ്പോഴേ പറയും, ഞാൻ റാങ്ക് ലിസ്റ്റിലുണ്ട്, നല്ല റാങ്ക് ഉണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇതിന്റെ കാലാവധി കഴിഞ്ഞ് ചോദിക്കുമ്പോൾ അവർ ജോലിയിലില്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അവർ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ജോബിലായിരിക്കും നിൽക്കുന്നത്. എൻ്റെ എല്ലാം ടച്ചേ വിട്ടുപോയി, എല്ലാം തികഞ്ഞു എന്നുള്ള രീതിയിൽ അവിടെ നിന്നേ അങ്ങ് മാറിപ്പോയി. അപ്പൊ അത്തരം വീഴ്ചകൾ ഉണ്ടാവരുത് എന്നുള്ളതാണ്. വീഴ്ചകൾ വരരുത്. പിന്നെ നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണം. എത്തിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ഈ പൊതുസമൂഹത്തിനിടയ്ക്ക് ജീവിക്കുന്നതാണ്. എനിക്ക് ഇത്ര അവസരങ്ങൾ ഉണ്ടായിട്ട് ഞാനത് ഓപ്പർച്യൂണിറ്റികൾ ഉപയോഗിച്ചില്ല. അവിടെയാണ് എൻ്റെ പരാജയം സംഭവിക്കുന്നത്. എനിക്ക് തന്നെ നാണക്കേടായി മാറുന്നത്. ഈ അന്വേഷിക്കും കണ്ടെത്തി എന്ന് പറഞ്ഞ പോലെ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. നമ്മൾ സർവീസിലായാലും എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു വേസ്റ്റായി മാറും. കാര്യം കാലം മുമ്പോട്ട് പോകും തോറും നമ്മുടെ അറിവുകൾ പഴയതാവും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്താൻ പറ്റുന്നതിന് പരിധികളില്ല. അത് എത്തിച്ചേരുക, അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ. നമുക്ക് സാക്രിഫൈസ് ഇല്ല എന്തായാലും പറ്റില്ല. എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളുണ്ടാവും, പക്ഷേ ആ നഷ്ടങ്ങൾ നമുക്ക് പോസിറ്റീവായി വരും. KS നഷ്ടപ്പെട്ടതുപോലെ തീർച്ചയായിട്ടും KS പ്രിലിംസ് നഷ്ടപ്പെട്ടത് വലിയ നഷ്ടമാണ്. GPS ആ സംഭവം ഒന്ന് പറയാമോ? അതെങ്ങനെയായിരുന്നു സത്യത്തിൽ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ കയ്യിലുണ്ടായ ഒരു മണ്ടത്തരമെന്നേ പറയാൻ പറ്റൂ. കൊല്ലം ജില്ലയുടെ മിക്ക ഭാഗങ്ങളും ഞാൻ ബൈക്കിൽ യാത്ര ചെയ്തിട്ടുള്ള എനിക്ക് സ്ഥലങ്ങളെല്ലാം അറിയാമായിരുന്നു. വീടിൻ്റെ തൊട്ട് കീഴുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഞാനത് കണ്ടുപിടിക്കാൻ എളുപ്പബുദ്ധിക്ക് കാറിലായിരുന്നു യാത്ര ചെയ്തത്. മറ്റേ ഗൂഗിൾ മാപ്പ് ഇട്ടു, വഴി തെറ്റി. 1 മിനിറ്റിന് എനിക്കത് പോയി. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഇടേണ്ട കാര്യമില്ലായിരുന്നു. ആ സ്കൂളിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം ഇട്ടിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നം വരില്ലായിരുന്നു. ഗൂഗിൾ മാപ്പ് പണി തന്നു. ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടാണ് അവിടെ എത്തിയത്. ആ അടച്ച ഗേറ്റ് പിന്നെ തുറക്കുന്നത് സെക്രട്ടേറിയറ്റിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കൺസിസ്റ്റൻസി ഇല്ലാതെ ഒരിക്കലും ഒരു ലൈഫിൽ ഒരിടത്തും ഒരു സക്സസ് ഉണ്ടാകത്തില്ലല്ലോ. നമ്മൾ ഓരോ കയറ്റം കയറി അവിടെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ കയറ്റം കയറണമെങ്കിൽ എന്ത് പാടായിരിക്കും. ഇനി വേറെ എന്തെങ്കിലും മേഖലകളിലേക്ക് ഇനി ശ്രദ്ധിക്കണമെന്നോ, ഇനി എന്തെങ്കിലും വായിക്കണമെന്നോ എഴുതണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? എല്ലാ ആഗ്രഹങ്ങളുണ്ട്. യാത്ര ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ടോ?
യാത്ര ചെയ്യുന്നുണ്ട്. ആഗ്രഹമുണ്ട്? ഞാൻ ഒരു 2 വീലർ റൈഡറാണ്. എനിക്ക് ഇങ്ങനെ യാത്ര അതുകൊണ്ട് തന്നെ ഞാൻ ബൈക്കുകൾ കുറേ അധികം വാങ്ങിച്ചിട്ടുണ്ട്. ഓഹോ. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ എവിടെ പോകണമെങ്കിലും കൂടുതലും ഞാൻ ബൈക്കിൽ തന്നെയാണ് പോകാറുള്ളത്. ബസ്സുകളും ട്രെയിനുകളും ഒന്നും ഉപയോഗിക്കാറില്ല. ശരിക്കും ഒരു MS ധോണിയാണ് ബൈക്കിന്റെ കാര്യത്തിൽ അല്ലേ? അപ്പോൾ കളക്ഷൻ ഉണ്ടോ? ബൈക്കിന്റെ കളക്ഷൻ ഉണ്ടോ? അത്രയൊന്നുമില്ല. അത്രയൊന്നും ഇല്ല. ഇല്ല, ഇപ്പോൾ ഞാൻ സർവീസ് കയറിയതല്ലേ ഉള്ളൂ. ഓക്കെ. ആയി വരുന്നേ ഉള്ളൂ. ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിനി കൂട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഹോബി ശരിക്കും ബൈക്ക് കളക്ഷനാണ്. യാത്ര ബൈക്കിലപ്പോ കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. 8 ജില്ലകളോളം കവർ ചെയ്തിട്ടുണ്ട്. 8 ജില്ലകളോളം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വടക്കോട്ട് ഏതുവരെ എത്തി? എറണാകുളം വരെ എത്തി. എറണാകുളം വരെ എത്തി. ഫുൾ സ്ഥലങ്ങള് അത്യാവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ബൈക്കിൽ തന്നെ പോകും. ഓക്കെ ഓക്കെ. ഞാൻ എറണാകുളത്ത് ജോലി ചെയ്തിട്ടുണ്ട് പ്രൈവറ്റില്. അപ്പോൾ അവിടെയും ഞാൻ ബൈക്കിൽ വരുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇത് എങ്ങനെ ഇവിടെ വരുന്നു ഇത്രയും ദൂരം. കൊല്ലത്തുനിന്ന് ചവറയിൽ നിന്ന് ബൈക്ക് എടുത്തിട്ട് എറണാകുളത്തേക്ക്. അത് എനിക്ക് തോന്നുന്ന ആ ഒരു ദൃഢനിശ്ചയാണ്. ഇതേ സെയിം ദൃഢനിശ്ചയം തന്നെയാണ് PSCയിലും കൊണ്ടുവരുന്നത് അല്ലേ? അതെ. കാരണം നമ്മളെ അച്ഛൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. നമ്മളെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ആ ഒരു രീതി തന്നെ നമ്മൾ ഫോളോ ചെയ്യും. ജീവിതത്തിൽ ആ ഡിസിപ്ലിനും എല്ലാം അതേ രീതിയിൽ തന്നെ പോകുന്നു. സുഹൃത്തുക്കൾ, സൗഹൃദം, കൂടെ പഠിച്ചവരുണ്ട്, ഇപ്പോഴും കോണ്ടാക്ട് എല്ലാം ഉണ്ട്. അങ്ങോട്ടും അവരെ കാണാറുണ്ട്, എല്ലാവരും കാണാറുണ്ട്. ഇപ്പൊ ഇത് സെക്രട്ടേറിയറ്റിൽ റാങ്കിൽ വന്നു പറഞ്ഞപ്പോ എങ്ങനെയാണ് ഇവരൊക്കെ? എനിക്ക് ജോലി സ്ഥലത്ത് നിന്ന് ഒരു അത്ഭുതകര അനുഭവം ഉണ്ടായത്. ഒരിക്കൽ ഞാൻ ഇതുപോലെ പുറത്ത് ജോലി സംബന്ധമായിട്ട് ഫീൽഡിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ്. സാധാരണ അങ്ങനെ അധികം മെസ്സേജ് വരാത്ത ഞാൻ പെട്ടെന്ന് വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് KS മെൻറ്ററിൻ്റെ ഇതിൽ വന്നിരിക്കുന്നു, അത് ചേട്ടനാണോ എന്നറിയണമെന്നും പറഞ്ഞ് ഇട്ടതാണെന്നും പറഞ്ഞ് തിരിച്ചിട്ടു. അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അതുപോലെ ഞാൻ നേരത്തെ ജോലി ചെയ്ത താലൂക്ക് ഓഫീസിൽ നിന്ന് സ്റ്റാഫ് ഇതുപോലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എല്ലാം അറിയിച്ചാലോയാണ്. ഞാൻ ചോദിച്ചു എന്താ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു സെക്രട്ടേറിയറ്റിൻ്റെ കിട്ടിയില്ലയോ. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എവിടെ നിന്ന് അറിഞ്ഞു? ഞാൻ പറഞ്ഞത് KS മെൻറ്ററിൻ്റെ അറിഞ്ഞു എന്ന് പറഞ്ഞു. പ്രതീക്ഷിക്കാത്ത ഒന്നും പ്രതീക്ഷിക്കാതെ. കാരണം നമ്മൾ ജോലി സംബന്ധമായി അന്നേരം ആ ജോലിയുടെ ഇതുകൊണ്ട് തല അങ്ങനെ പെരുത്തിരിക്കുന്ന സമയത്താണ് ഇത് കയറി വരുന്നത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നത്. ഇത് ചേട്ടനാണ്. കാര്യം ഇത് അവരെ എങ്ങനെ കണ്ടു എന്നുള്ളതാണ് എനിക്ക് ആദ്യം ഞെട്ടലുണ്ടായത്. ഞാൻ രഹസ്യമായി വെച്ചിരുന്നതാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ ഓഫീസിൽ തന്നെ പരാതി എനിക്കെതിരെ പോയി, ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു പറഞ്ഞ്. അപ്പോഴാണ് ഇങ്ങനൊരു കാര്യം വരുന്നത്. ഒരു സ്ട്രീറ്റ് റിവെഞ്ചും കൂടിയാണത്. ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഒരു പ്രിക്കോഷൻസ് ഉണ്ട്. അരുണായിട്ട് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റിയത് വളരെ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനൊരു ഫൈറ്റിംഗ് സ്പിരിറ്റിൽ ഒരാളെ കണ്ടുമുട്ടും ഒരു ഇതിന് വരുമ്പോൾ, പോഡ്കാസ്റ്റിന് വരുമ്പോൾ. എന്തായാലും സക്സസ്ഫുൾ ആവട്ടെ യാത്ര. ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എന്തായാലും എത്തും. ഇനി അത് കഴിഞ്ഞിട്ടുള്ള യാത്രകളും സക്സസ്ഫുൾ ആവട്ടെ. KS മെൻറ്ററിൻ്റെ കൂടെ വന്നതിന് താങ്ക് യു.